ഇന്ന് കുറച്ച് ഗോതമ്പ് വൃത്തിയാക്കിയെടുക്കാവുന്ന കണ്ടാണ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നവരുടെ വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് അവർ ഇത് പാറ്റുകയോ പെറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരങ്ങനെ മെതിച്ചെടുത്തത് തന്നെ നമുക്കതുപോലെ തന്നെ തന്നിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ളത് നല്ല ഗോതമ്പാണ്. അപ്പം ഇതൊന്ന് നമുക്ക് പാറ്റി പെറുക്കി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു അരിപ്പയിലിട്ട് വേണം ഇതൊന്ന് ഇടഞ്ഞെടുക്കാൻ. ഇത് ഇങ്ങനെ ഇടഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ നല്ല ഗോതമ്പ് ഇതിൽ കിടക്കുകയും അതിൻ്റെ ബാക്കി പതിര് എന്ന് പറഞ്ഞാൽ ചൊള്ളു പോലത്തെ സാധനങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ കുറേ കല്ലും മണ്ണും കട്ടയെല്ലാം പോകും താഴോട്ട്. അത് എളുപ്പമാണ് ഇങ്ങനെ പാറ്റിയാൽ, ഇങ്ങനെ അരിച്ചെടുത്താൽ. അങ്ങനെ നമുക്ക് വേണ്ട ഗോതമ്പ് അതിൽ തന്നെ കിടക്കും. അങ്ങനെ ഇന്ന് കുറച്ച് ഗോതമ്പ് 10-15 കിലോ ഗോതമ്പുണ്ടേ, അതൊന്ന് നല്ലോണം വൃത്തിയാക്കിയെടുക്കണം. ഇതുപോലത്തെ കാഴ്ചകളൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഗോതമ്പ് കൃഷി പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് കാണില്ല ഇതുപോലത്തെ കാര്യങ്ങളൊന്നും. ഇങ്ങനെ ഉണ്ടോ, ഇത് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പതിര് എന്ന് പറഞ്ഞാൽ ഇതിനെന്താ പറയുന്നത്, ചുള്ള് അതും കുറേ കല്ലും മണ്ണും ഒക്കെ വീണിട്ടുണ്ട്. നമുക്ക് എളുപ്പമായി ഇങ്ങനെ ഈ അരിപ്പയിലിട്ടിങ്ങനെ അരിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത് കഴുകി ഉണക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കണം. ഇത് ഭയങ്കര വലിയൊരു പ്രൊസീജിയറാണ് ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ. കാരണം ഇത് ഉണങ്ങിക്കിട്ടാൻ തന്നെ 2-3 ദിവസം എടുക്കും. ഇത് കഴുകാനും 3-4 പ്രാവശ്യം കഴുകിയാലേ അതിനകത്തെ മണ്ണും കല്ലും ഒക്കെ പോകത്തുള്ളൂ. പിന്നെ അതുപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ പൊങ്ങിക്കിടക്കുന്ന അത് നമ്മൾ വെള്ളം ഊറ്റി കഴിയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. ബാക്കി കല്ലും പിന്നെ ചെറിയ ചെറിയ എന്തോ പയറുമണി പോലത്തെ ഏതോ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പെറുക്കിയെടുക്കണം. അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് പെറുക്കിയെടുത്തിട്ട് പിന്നെ മില്ലിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു രസമായിരിക്കും, അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇനിയും ടെറസിൽ കൊണ്ടുപോയി ഉണക്കണം. 2 ദിവസം എടുക്കും ഇതൊന്ന് ഉണങ്ങിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ നല്ല ചാക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ബെഡ്ഷീറ്റിൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.